IPL കലാശപ്പോരിന് ശേഷം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിന്റെ ഒരു കാഴ്ച വേഗത്തിൽ ക്യാമറ കണ്ണുകളിൽ ഉടക്കി. RCBയുടെ വിജയനായകൻ വിരാട് കോഹ്ലി വൈഭവ് സൂര്യവംശിക്കരികിലേക്ക് നടന്നെടുക്കുന്നു. പിന്നെ ആ 15-കാരനെ ആലിംഗനം ചെയ്യുന്നു. അവനോട് എന്തൊക്കെയോ പറയുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ 2 കാലങ്ങളാണ് ആ ഫ്രെയിമിൽ. തുടർച്ചയായ 2ാം തവണയും IPL കിരീടം RCBയുടെ ഷെൽഫിലെത്തുന്നു. അതേസമയം IPLിലെ വ്യക്തിഗത ട്രോഫികൾ പലതും ഇക്കുറി വൈഭവിന്റെ കയ്യിലാണുള്ളത്. ഓറഞ്ച് ക്യാപ്പ്, എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ, സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദ സീസൺ, സൂപ്പർ സിക്സസ് ഓഫ് ദ സീസൺ, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, അങ്ങനെ 5 ട്രോഫികൾ. കഴിഞ്ഞ സീസണിൽ സഞ്ജു സാംസണായിട്ടൊരു പരിക്ക്. അതായിരിക്കണം ചിലപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ കരിയറിൽ വഴിത്തിരിവായത്. അല്ലെങ്കിൽ പിന്നെയും ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്നേനെ അവൻ. സഞ്ജു പരിക്ക് മാറി തിരിച്ചെത്തുമ്പോഴേക്കും ആ സ്ലോട്ടിൽ വൈഭവ് ഒരു അനിശ്ചിത സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സഞ്ജു രാജസ്ഥാൻ വിടാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് ഓപ്പണിംഗ് സ്ലോട്ട് നഷ്ടമായതാണെന്ന് പറയുന്ന ക്രിക്കറ്റ് പണ്ഡിറ്റുകളുണ്ട് ഇപ്പോഴും. അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇന്ത്യ വീണതോടെ വൈഭവ് ഒരു സ്ലോഗർ മാത്രമാണെന്ന് വിളിച്ചു കൂവുന്നുണ്ട് ചിലർ. ആ വിമർശനങ്ങൾക്ക് അധികം ആയുസുണ്ടായില്ല. അണ്ടർ-19 ലോക കിരീടം ഷെൽഫിലെത്തിച്ച് ഒറ്റയടിക്ക് വിമർശകരുടെ മുഴുവൻ വായടപ്പിച്ചു അവൻ. ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യൻ കൗമാരപ്പട കലാശപ്പോരിൽ ഒരു മാമത്ത് ടോട്ടലാണ് പടുത്തുയർത്തിയത്. 80 പന്തിൽ വൈഭവ് അന്ന് അടിച്ചെടുത്തത് 175 റൺസ്. അന്ന് വൈഭവിനെ വീഴ്ത്താനാവാത്തതിന്റെ ഫ്രസ്ട്രേഷൻ മൈതാനത്ത് വെച്ച് തീർക്കുന്ന ബോളർമാരെ കാണാമായിരുന്നു. പോയ സീസണിൽ ഇശാന്ത് ശർമ്മയെയും മുഹമ്മദ് സിറാജിനെയും ഒക്കെ ഭയലേശമന്യ ഗാലറിയിലേക്ക് പായിച്ചാണ് വൈഭവ് IPLിൽ തന്റെ കന്നി സെഞ്ചുറി കുറിച്ചത്. ഇക്കുറി അതിലും വലിയ പേരുകൾ പലരും അവന്റെ ബാറ്റിന്റെ ചൂട് ആവോളം അറിഞ്ഞു. ജസ്പ്രീത് ബുംറ, ജോഷ് ഹേസൽവുഡ്, പാറ്റ് കമ്മിൻസ്, അങ്ങനെ പലരും. ഈ സീസണിൽ 700 റൺസ് കുറിക്കുന്നതും ഓറഞ്ച് ക്യാപ്പ് അണിയുന്നതുമൊക്കെ സ്വപ്നം കണ്ടിരുന്നു എന്നും എന്നാൽ അതിത്ര പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്ന് കരുതിയില്ലെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് വൈഭവ്. 16 മത്സരങ്ങളിൽ നിന്ന് 776 റൺസാണ് അയാൾ കുറിച്ചിട്ടത്. അതിൽ 500 പിറന്നത് പവർ പ്ലേ ഫേസിൽ. ലോക ക്രിക്കറ്റിൽ തന്നെ ഇതാദ്യമായാണ് ഒരാൾ ഒരു ടൂർണമെന്റിൽ പവർ പ്ലേയിൽ മാത്രം 500 മുകളിൽ റൺ സ്കോർ ചെയ്യുന്നത്. IPLിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പറത്തുന്ന താരമെന്ന റെക്കോർഡ് വൈഭവ് കുറിച്ചിട്ടത് ഈ സീസണിലാണ്. മറികടന്നത് യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിലിനെ. വെറും 1.1 കോടിക്ക് രാജസ്ഥാൻ ടീമിൽ എത്തിച്ച വൈഭവ് സമ്മാനത്തുകയിൽ നിന്നും മാച്ച് ഫീയിൽ നിന്നുമൊക്കെയായി മാത്രം ഇക്കുറി 3 കോടിയിലധികം രൂപ വാരികെന്നാണ് കണക്കുകൾ. മാച്ച് ഫീ ഇനത്തിൽ 1 കോടി 20 ലക്ഷം രൂപയാണ് താരത്തിന് ലഭിച്ചത്. മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ അവാർഡിന് 15 ലക്ഷം രൂപ, ഓറഞ്ച് ക്യാപ്പിന് 10 ലക്ഷം, സൂപ്പർ സ്ട്രൈക്കർ അവാർഡിന് 10 ലക്ഷവും ടാറ്റ സിയറ കാറും, സൂപ്പർ സിക്സ് ഓഫ് ദ സീസൺ പുരസ്കാരത്തിന് 10 ലക്ഷം രൂപ, എമർജിംഗ് പ്ലെയർ അവാർഡിന് 10 ലക്ഷം. കരാർ തുകയ്ക്ക് പുറമെ മാച്ച് ഫീ ഇനത്തിൽ ഓരോ മത്സരത്തിലും 7.5 ലക്ഷം വീതമാണ് താരങ്ങൾക്ക് ലഭിക്കുക. 16 മത്സരങ്ങളും കളിച്ച വൈഭവിന് കരാർ തുകയേക്കാൾ വരുമാനം മാച്ച് ഫീ ഇനത്തിൽ ലഭിക്കുന്നുണ്ട്. അതിനു പുറമെ പരസ്യ വരുമാനവും. വൈഭവിന്റെ മാർക്കറ്റ് വാല്യൂ ഒറ്റ സീസൺ കൊണ്ട് കുത്തനെ ഉയർന്നുവെന്നാണ് കണക്കുകൾ. 7 മുതൽ 10 കോടി വരെയാണ് നിലവിൽ 15-കാരന്റെ നെറ്റ്വർത്ത്. വെറും 1.1 കോടിക്ക് രാജസ്ഥാൻ അടിച്ചത് ലോട്ടറിയാണെന്ന് പറയേണ്ടി വരും. വരും സീസണുകളിൽ കോടികൾ വാരികറിഞ്ഞ് പല ഫ്രാഞ്ചൈസികളും താരത്തിന് പിറകെ ഉണ്ടാകും. രാജസ്ഥാൻ 15-കാരനെ നിലനിർത്തുമോ എന്ന് കണ്ടറിയണം. വിപണി മൂല്യം ഉയർന്നതോടെ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് ഫീസിലും വൈഭവ് വലിയ വർധനയാണ് വരുത്തിയത്. മുമ്പ് പരസ്യക്കരാറിന് 1 കോടി വാങ്ങിക്കൊണ്ടിരുന്ന താരം അത് 2 കോടി വരെയാക്കി ഉയർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. സീസണിലെ മിന്നും പ്രകടനത്തോടെ വൈഭവിന് പിന്നിൽ ബാറ്റ് സ്പോൺസർമാരുടെയും നീണ്ട നിരയാണ്. ഒരു പ്രമുഖ കമ്പനി താരത്തിന് 12 കോടിയോളം ഓഫർ ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. നിലവിൽ MRF കോഹ്ലിക്ക് നൽകുന്നത് 12 കോടിയാണ്. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം വൈഭവ് രാജസ്ഥാൻ ഉണ്ടാക്കി നൽകിയ ലാഭം 34.9 കോടിയാണ്. ബോൾ ബൈ ബോൾ ഡാറ്റ പരിശോധിച്ചാണ് ഇങ്ങനെ ഒരു കണക്കെടുക്കുന്നത്. ഓരോ കളിക്കാരന്റെയും പ്രകടനത്തിന് കോടികളിൽ ഒരു സാമ്പത്തിക മൂല്യം കണക്കാക്കിയ ശേഷം ഫ്രാഞ്ചൈസി അവർക്കായി ചെലവഴിച്ച തുകയുമായി അതിനെ താരതമ്യം ചെയ്ത് ലാഭത്തിൽ ഒരു അനുമാനത്തിലെത്തുന്നു. IPL മെഗാ ഓപ്ഷനിലേക്ക് പ്രവേശിച്ചാൽ വൈഭവിന് എത്ര കോടി വരെ ലഭിക്കും എന്ന് കഴിഞ്ഞ ദിവസം മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് കമന്ററിക്കിടെ വീരേന്ദർ സെവാഗിനോട് ചോദിക്കുന്നുണ്ട്. സെവാഗിന്റെ മറുപടി 30 കോടി വരെ എന്നായിരുന്നു. അതേസമയം യുവതാരങ്ങൾ പലരും വലിയ തുകക്ക് ടീമിലെത്തിയ ശേഷം പ്രൈസ് ടാഗിന്റെ സമ്മർദ്ദം അവരുടെ പ്രകടനങ്ങളെ പോലും ബാധിക്കുന്നതായും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇക്കുറി 14 കോടിക്കാണ് പ്രശാന്ത് വീറിനെയും കാർത്തിക് ശർമ്മയെയും CSK ടീമിലെടുത്തത്. കാർത്തിക് ശർമ്മ പല മത്സരങ്ങളിലും തിളങ്ങിയെങ്കിലും പ്രശാന്ത് വീറിൽ നിന്ന് പ്രതീക്ഷ വച്ചത് ലഭിച്ചില്ല. BCCIയുടെ നിയമപ്രകാരം അണ്ടർ-19 ലോകകപ്പിൽ ഇനി വൈഭവിന് കളിക്കാനാകില്ല. ഒരു താരത്തിന് ഒറ്റത്തവണ മാത്രമേ അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യൻ ജേഴ്സി അണിയാനാകൂ. അതിനി പ്രായം അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും. അതേസമയം വൈഭവിനെ ഉടനെ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കണമെന്ന് സുനിൽ ഗവാസ്കർ അടക്കമുള്ള മുൻ ഇന്ത്യൻ താരങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്.
അയർലൻഡ് ഇംഗ്ലീഷ് സീരീസുകളിൽ വൈഭവിനെ BCCI പരിഗണിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ.